നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണു. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടാ. ചില്ലറ കഥയൊന്നല്ല, കുത്തി കഴപ്പിന്റെ കഥ. ഞായറാഴ്ച ഉച്ചമയക്കത്തിലായിരുന്നു ഇവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഐസ് ബാത്ത് ചെയ്തോളൂന്ന്. എന്തേലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും അങ്ങോട്ടൊന്ന് ഇറങ്ങി. ഇവന്റെ ഒരു അംഗം വിട്ട് നോക്കിയേ, 10 ഫോണോട്ടവന്റെ കയ്യില്. ഇതാണേ നമ്മൾ ഐസ് മേടിക്കാൻ സഞ്ചരിച്ച വാഹനം. അങ്ങനെ എന്താണ് പിന്നെ നമ്മ ഐസ് തപ്പി ഇറങ്ങി. പോത്ത് പോലത്തെ ഐസ് പറഞ്ഞിട്ട് അത് കേച്ചേരിയോ ചൂണ്ടലോ എവിടെയുണ്ടെന്നാണ് ഒരു അശരീരി കേട്ടത്. ഞാൻ വെച്ചേക്കണ ഈ കണ്ണാടിയും ഇവൻ വെച്ചേക്കണ ഈ കണ്ണാടിയും ഇവൻ വെച്ചേക്കണ ഈ കണ്ണാടിയും പിന്നെ ഈ വണ്ടി അടക്കം നമ്മുടെ ബിബിനളയന്റെ ഏട്ടാ. ബിബിനളിയന് പ്രത്യേകം നന്ദിയുണ്ടേ. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിലത്തെ റോഡാട്ടോ. ആഹാ, എത്ര സുന്ദരം. കാറിലിരിക്കാൻ പറ്റാത്തവർക്ക് ഹെലികോപ്റ്ററിന്റെ സേവനം ഇവിടെ ഉണ്ട് ട്ടാ. അങ്ങനെ ഐസ് ഫാക്ടറി കണ്ടുപിടിച്ചു. ഈ ചേട്ടനായിട്ട് ഇതിന്റെ പ്രൊപ്പറേറ്റർ. അങ്ങനെ തപ്പിപ്പിടിച്ച് വന്നപ്പോ പറയാം ഇവിടെ ഗൂഗിൾ പേയിൽ എന്ന്. അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ അടുത്തുള്ള പമ്പിൽ ചിലപ്പോ കിട്ടും. അപ്പൊ അതിനു വേണ്ടി പോകണ പോക്കാട്ടത്. പമ്പിന്റെ ഓപ്പോസിറ്റ് നോക്കിയപ്പോ നമുക്ക് കടലാസ് പൂ കാണാൻ പറ്റിയിട്ടാ. പമ്പിലത്തെ ഈ ചേട്ടൻ്റെ നല്ല മനസ്സ് കാരണം നമുക്ക് പൈസ കിട്ടിയിട്ടാ. അപ്പൊ ഈ ചേട്ടനും പ്രത്യേകം നന്ദിയുണ്ട്. അയക്ക് എന്റെ അമ്മോ ഇതേ ക്യാമറ പിടിച്ചിട്ട് എന്നേക്കെ വലിയ ബ്ലോഗർ. അങ്ങനെ 100 രൂപയുടെ വലിയ ഐസ് മേടിച്ചപ്പോ മോനെ ഇത് കൂടിയും കൊണ്ടേക്കും എത്ര ദൂരം വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ ഫ്രീ തന്നു. ഈ ചേട്ടനും ഒരു നന്ദി. അങ്ങനെ ഐസും പിള്ളേരും മാരിക്കുട്ടി വണ്ടി കയറ്റി. ഇനി നമ്മുടെ നേരെ വീട്ടിലേക്ക്. ഇനിയുള്ള അങ്കമിട്ട് അവിടെ ഇട്ടാ. വണ്ടി നേരെ വീട്ടുമുറ്റത്തിട്ടിട്ട് ബാക്കിലൊരു ഷീറ്റ് ഇട്ടിട്ട് വെള്ളം പോകാത്ത രീതിയിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് ആ വെള്ളം അടിച്ച് ഫുള്ളാക്കി ഐസും പൊട്ടിച്ചിട്ടിട്ട് ഞങ്ങൾ അതിൽ കയറി കിടന്നു. ഈ വെള്ളത്തിൽ ഇവൻ കൂപ്പടിച്ചു. അടിക്കൂടെ തുളഞ്ഞു പോയണാവോ. പിന്നെ എന്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് ഞാൻ കടന്നു ചെന്നു. പണ്ട് മീൻകാരൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഐസ് കിട്ടാറും ഞാൻ വായിലിട്ട് കുടിക്കാറുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കുടിക്കുമ്പോ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല കേട്ടാ. എനിക്ക് ബോധം വന്നതാണാവോ അത് ഐസ് മാറിയതാവോ. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ കളിക്കാൻ ഉദ്ദേശിച്ച ഡാൻസ് വെള്ളകിലേക്കണ്ട കുഞ്ഞോളെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു സമാധാനമായി. പിന്നെ 1.5 ഇഞ്ച് മോട്ടർ എടുത്തിട്ട് ഞങ്ങളാകെ വെള്ളം അടിച്ച് അങ്ങോട്ട് കിട്ടും കളിച്ചു. കുറച്ച് നേരമൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ടീ ബ്രേക്ക് ആവുന്ന വെച്ചിട്ട് നേരെ കടയിൽ പോയി ചായയും ബജ്ജിയും പറഞ്ഞു. ഇവൻ ബജ്ജി ചായയിലും ഒക്കെ ഇട്ടിട്ട് അടിക്കണേ. ആഹാ. അത് കഴിഞ്ഞപ്പോഴാണ് ബൂട്ടിട്ടിട്ട് കളിക്കാർ വന്നത്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ച് കളിക്കാൻ പോറായാലും വന്നത്. അപ്പൊ വീട്ടിൽ ഇത്രയുള്ള ഡബ്ബ ഈ